ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നാളെയാണ് ജോയിനിങ് അല്ലേ? അതെ. ഓക്കെ. സോ വളരെ സന്തോഷം, ഇവിടെ പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്തി. നാളെ ഫസ്റ്റ് ഡേ, ലൈഫിൽ ആദ്യത്തെ ജോലിയല്ലേ ഇത്? ആ എക്സൈറ്റഡ് ആണോ? തെറ്റതാണ്. ടെൻഷൻ ഉണ്ടോ? ടെൻഷനും ഉണ്ട്. ടെൻഷൻ ഒന്നും വേണ്ട, വളരെ നന്നായിട്ട് തന്നെ പോകും. ലൈഫിലൊരു സ്റ്റാർട്ടിംഗ് ആണിത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വളർന്ന് വളർന്ന് ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ഏറ്റവും വലിയൊരു പൊസിഷനിലേക്ക് എത്തട്ടെ. അപ്പോൾ നമുക്ക് കാമറിൻ സ്പാർക്കിൽ വന്നാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചത്. അപ്പൊ ഒരുപാട് കുട്ടികൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അവരോട് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയും കാമറിൻ സ്പാർക്കിനെ പറ്റിയും പറയാനുള്ളത്? ഉള്ളൊരു കോഴ്സാണ്. ക്യാമറിനില് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കൂടുതൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അറിഞ്ഞത് ഈ ക്യാമറിലുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ്. അതുകൊണ്ടാണ് അവിടെ തന്നെ കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത്. ട്രെയിനേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അവിടുത്തെ പഠിപ്പിക്കുന്ന രീതികള്? ഞങ്ങൾക്ക് ട്രെയിനർ ആയിട്ടുണ്ടായിരുന്ന നിദ മിസ് ആണ്. നല്ല രീതിയിലാണ് മിസ് ക്ലാസ് എടുത്താൽ, ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ക്ലാസ് എടുക്കുക. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനൊക്കെ എളുപ്പമായിരുന്നു. അവിടെയുള്ള എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾക്ക് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് ഈ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സസ് ഹെൽപ്ഫുൾ ആയോ? ഹെൽപ്ഫുൾ ആയി. ഇന്റർവ്യൂവിനെ കുറിച്ച് കൂടുതൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിൽ തന്നിരുന്നത്. ഓക്കെ, ഗുഡ് ഗുഡ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന ആൾക്കാരോട് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ ശ്രദ്ധിക്കാനുണ്ട്. ഇംഗ്ലീഷ് ഒന്നും മനസ്സിലായി. അതായത് നമ്മൾ ഇനിയുള്ള ഒരു ലോകത്ത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽസ് എല്ലാം ഒരു കോർപ്പറേറ്റ് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല തരത്തിലുള്ള പേഷ്യൻസ്, പല ലാംഗ്വേജ് അറിയാവുന്ന, അപ്പൊ എല്ലാവരോടും കോമൺ ആയിട്ട് സംസാരിക്കാൻ ഒന്ന് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് മോള് പറയുന്നത് അല്ലെ? നീതുവിന്റെ ഒരു വലിയ ഒരു സജഷൻ, എല്ലാ കുട്ടികളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് ഇംഗ്ലീഷ് ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയി പഠിക്കണം അല്ലെ? അപ്പൊ മോളുടെ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെയാണ് നമ്മളെ റെഫർ ചെയ്യോ കാമറിൻ സ്പാർക്കിനെ? ആരെങ്കിലും എൻക്വയറി നടത്തി ചോദിക്കുകയാണെങ്കിൽ എന്തായാലും റെഫർ ചെയ്യും. ഇപ്പൊ മോള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നതിന് മുമ്പ് എന്ത് ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് കാമറിൻ സ്പാർക്കിലേക്ക് ഇത് പഠിക്കാൻ വേണ്ടി വന്നത്? സോഷ്യോളജി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എച്ച് എടുത്തത്. എന്തായിരിക്കും സോഷ്യോളജിയിൽ നിന്ന് എച്ച് എയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കാരണം? ആദ്യമേ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പൊ സോഷ്യോളജിയാണ് ഡിഗ്രിക്ക് എടുത്തിരുന്നത്. പബ്ലിക് റിലേഷൻ അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ടാണ് വന്നത്. ഓക്കെ. സോ ഇവിടുത്തെ ക്ലാസ്സുകളെ പറ്റി ഒന്ന് എങ്ങനെയുണ്ടായിരുന്നു? ഇവിടുത്തെ കാമറിൻ സ്പാർക്കിലെ ക്ലാസ്സസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ക്ലാസ് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു ടൈമിന്റെ കാര്യത്തിലൊക്കെ. അത് അവര് ശരിയാക്കി തന്നു. പിന്നെ ക്ലാസിന്റെ കാര്യം പറഞ്ഞ ട്രെയിനർ ഞങ്ങൾക്ക് നിദ മിസ് ആയിരുന്നു. മിസ് നല്ല രീതിയിലാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡൗട്ട് ചോദിക്കാനൊന്നും ഒരു പേടിക്കാതെ ഡൗട്ട് ചോദിക്കാൻ പറ്റിയിരുന്നത്. അതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിലാണ് മനസ്സിലാക്കിയിട്ട് ക്ലാസ് എടുത്തിരുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷന്റെ ജെ ഡി സാറായാലും സാറ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് സാർ കുറെ ക്ലാസ് എടുക്കുന്നത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. മോക്ക് ഇന്റർവ്യൂസ് ഹെൽപ്ഫുൾ എങ്ങനെ, എത്രത്തോളം ഹെൽപ്ഫുൾ ആയി ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ? ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂവിന് പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു മോക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നോണ്ട് തന്നെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ ചോദിക്കും, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ മോളെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നാളെ ജോലിയിലെല്ലാം ജോയിൻ ചെയ്ത് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് എന്നൊക്കെ. ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യണം മോളുടെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ്. ഞങ്ങൾ ഇവിടെയുള്ള ഇപ്പൊ പഠിക്കുന്ന കുട്ടികളോട് അത് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് പലരും ഇനി ആ ഹോസ്പിറ്റലിലേക്ക് വരുമായിരിക്കും. അപ്പൊ അവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, ഒരു ഹോസ്പിറ്റൽ ആദ്യമായിട്ട് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനിയും നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് മോക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും കാമറിൻ സ്പാർക്കുമായിട്ട് ബന്ധപ്പെടാം. താങ്ക് യു.